എടാ ലോറാപ്പി, എന്തായടാ ശിവരാമപുരത്തെ സ്ഥിതി? ഓ, സമരവും പ്രക്ഷോഭവും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. ഒരു മായമ്മ ടീച്ചർ അവരുടെ നേതാവ്. അതൊന്നും കാര്യമാക്കണ്ട, അതൊരു വഴിക്ക് നടക്കും. എടാ, ആ നാണപ്പന്റെ പ്രശ്നം എന്തുവാടാ? അയാളാകെ പേടിച്ച് പണി നിർത്തിയ മട്ട. ലോറാപ്പി, ആ SI സുഗുണൻ അവിടെ ഇല്ലേടാ? വല്ലതും ഉണ്ടെങ്കിൽ അവൻ നോക്കിക്കോളും. പിന്നെ ആ MLA പരശുരാമനോട് കുറച്ചു ദിവസത്തേക്ക് മണ്ഡലത്തിൽ കിടന്ന് കറങ്ങണ്ടെന്ന് പറ. കള്ളും കുടിച്ച് തീവണ്ടിക്ക് തലവെച്ചാണ് ആ തേവറി അത്തന്നല്ലേ പോലീസ് റിപ്പോർട്ട്. അതെ, പിന്നെ ഒരു ചക്ക മഞ്ഞപ്പിത്തം പിടിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ച് ആരൊക്കെ എവിടെയൊക്കെ ചാവുന്നു. അത് അത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യമൊന്നുമല്ല. ഹലോ, ഞാൻ അങ്ങോട്ട് തന്നെയാണോ വരുന്നത്? വന്നോണ്ടിരിക്കുക. ശരി. വക്കീലേ സർ, സംഗതി പോക്കറ്റിൽ 10 അക്രം തടയുന്ന ഏർപ്പാടാണെങ്കിലും ഇതൊരു മാതിരി നാറുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൽ കരാറുകാരൻ ആരാണെന്ന് പോലും നാട്ടുകാർ അറിയാൻ പാടില്ല. ആ ബുദ്ധി നാണപ്പൻ ഇല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് തെറ്റുപറ്റിയത്. ഈ ലോറൻസിനെ ഞാൻ എന്തിനാ വിട്ടുകൊടുത്തത്? ഇമാതിരി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയല്ലേ. എന്തായാലും നാണപ്പൻ കൈവിട്ട സ്ഥിതിക്ക് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നാണപ്പനെ വിളിച്ച് കരാർ മാറ്റി എഴുതി. ഓ, അതൊന്നും വേണ്ട. ആ ചത്തുപോയ ദേവാരും നാണപ്പനും തമ്മിലുള്ള കരാറല്ലേ, അതങ്ങനെ തന്നെ നിന്നോട്ടെന്നേ. മാസാമാസം നാണപ്പന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പടി അങ്ങോട്ട് കൊടുത്തേക്കാം. സ്റ്റീപ്പോ, എന്തായാലും എന്റെ പ്ലാനിന്റെ കാര്യം? കോഴിക്ക് മുല വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി കേട്ടോ. ഈ വിരൽത്തുമ്പിൽ ഇരിക്കുക, ആ മേയറെ മെരുക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ശരിയാക്കാവുന്നേ. മെരുക്കിക്കൊണ്ടിരുന്ന പോരാ, ശരിയാക്കണം. അതിപ്പോ നമ്മുടെ സ്റ്റീഫൻ സാറല്ലേ, അതൊക്കെ ശരിയായിക്കോളും. അതുപോട്ടെ, ഈ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ടോ? വക്കീലേ, നമുക്കൊന്ന് ക്ലബിൽ കൂടിയാലോ? ഒന്ന് അടിച്ചു പൊളിച്ച് കളയാം. വാടാ. ദീപം ദീപം. മായമേ, എന്താ അമ്മാളു? നമ്മുടെ പൂങ്കുടിയുടെ വിവാഹം മുടങ്ങി മായമേ. അയ്യോ അമ്മാളു, എന്താ ഈ പറയുന്നേ? നമുക്ക് ദുരിതങ്ങൾ ഒഴിയുന്നില്ല മായമേ. ചീഞ്ഞു നാറുന്ന ഇവിടുത്തെ അവസ്ഥ കാരണം ചെക്കൻ വീട്ടുകാര് മാറിയത്. ഞാൻ എന്നാലാവുന്നത് പറഞ്ഞു നോക്കി, കാര്യം ഉണ്ടായില്ല. ഇവിടെ ദീനം പടർന്നു പിടിച്ചെന്നും വേണ്ടാത്ത വയ്യാവേലിക്കില്ലെന്നും പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി. പൊങ്കുടി അമ്മൂമ്മയൊക്കെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നു. അല്ലാതെന്താ? അമ്മള് നിക്ക്, ഞാനും അങ്ങോട്ട് വരുന്നു. അമ്മൂമ്മേ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? പൂങ്കുടിക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം വരും. അവള് കൊച്ചല്ലേ, അമ്മൂമ്മ വേണം അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ. അമ്മൂമ്മേ, എന്താ ഇത്? അവളെ ഇഷ്ടപ്പെടുന്നവരല്ല അവൾക്ക് കൂട്ടായി വരേണ്ടത്, അവളെ ഇഷ്ടപ്പെടുന്നവരാ. പൂങ്കുടിയുടെ മനസ്സല്ല ആ ചെക്കൻ കണ്ടത്. ജീവിതകാലം മുഴുവൻ അവളെ പൊന്നുപോലെ നോക്കി അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ തന്നെ ആവണം അവൾക്ക് കൂട്ടായി വരേണ്ടത്. അങ്ങനെ ഒരുത്തനെ നീ എവിടുന്ന? അവളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു ചെക്കനുണ്ട് ഇവിടെ, ഈ ശിവരാമപുരത്ത്. മറ്റാരുമല്ല, നമ്മുടെ ശങ്കു. ഞാൻ ചിന്തിച്ചത് തെറ്റാണെങ്കിൽ അമ്മ പൊറുക്കണം. അവന്റെ മനസ്സെനിക്കറിയാം, അതുകൊണ്ടാ. നാവനക്കാനാവില്ലെന്നുള്ളൊരു കുറവ് മാത്രമേ അവനുള്ളൂ. പൂങ്കുടി എന്റെ സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ മാത്രമേ ഞാൻ ചിന്തിക്കുമായിരുന്നുള്ളൂ. അമ്മാണ്, പക്ഷെ അവൾക്ക് തീരുമാനിക്കേണ്ടത് അവളാ. അവൾക്കിഷ്ടമാണെങ്കിൽ മാത്രം. തെറ്റാണോ ഞാനീ പറഞ്ഞത്? എന്റെ ശങ്കുവിന് പൂങ്കൊടിയെ കൊടുക്കാനുള്ള മനസ്സ് അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ, അവനെ സ്വീകരിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടെങ്കിൽ, അതിലേറ്റവും കൂടുതൽ ഞാനായിരിക്കും സന്തോഷിക്കുന്നത്. തെറ്റുപറ്റിയത് നമുക്കാണ്. നമ്മുടെ അജ്ഞത കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നു. രാധികയാണ് എനിക്ക് പ്രതികരിക്കാൻ പ്രചോദനം തന്നത്. മായേച്ചി സൂചിപ്പിച്ചതുപോലെ പുറം ലോകത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണം നിങ്ങളെ ചൂഷണം ചെയ്യാൻ തക്കം പാർത്തിരുന്ന കപട രാഷ്ട്രീയക്കാരുടെയും കുത്തക മുതലാളിമാരുടെയും തന്ത്രങ്ങൾ നിങ്ങൾ അറിയാതെ പോയി.
ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയിട്ടാണ് ആ കരാറുകാരന്റെ ഗുണ്ടകൾ വീണ്ടും മാലിന്യങ്ങൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ധിക്കാരം തടഞ്ഞേ മതിയാവും. അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ദുരിതത്തിനെല്ലാം കാരണക്കാരൻ വാസ്തവത്തിൽ ഞാനാണ്. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നുണ്ടെന്നും കുടുംബത്തിൽ ഓരോരുത്തർക്കും ജോലി ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പാട്ടിലാക്കി. ഈ മാലിന്യം കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരിക്കൽ കോലാടി ഓർമ്മിപ്പിച്ചപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർ അവനെ പുച്ഛിച്ച് തള്ളി. ഇപ്പോ അതെല്ലാം സത്യമായിരിക്കുന്നു. അറിയാതെ ആണെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇനി കൂടുതൽ എന്ത് പറയാനാ? എല്ലാം അനുഭവിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്നിച്ചു നിന്നാൽ നമുക്ക് കൊള്ളാം. ശബ്ദമുയർത്താനാവില്ലെങ്കിലും പ്രതികരിക്കാൻ അറിയാവുന്ന ഒരുത്തൻ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ശംഖു. അല്ല, ഞങ്ങൾ മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടിട്ട്. നിന്റെ ഒരു പ്രതികരണം പിരിഞ്ഞു പോവാൻ അവന്റെ ഒരു ഉദ്യോഗം കടന്നു പോടാ. ഇല്ല, ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒത്തുകൂടിയത്. അത് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട SIയുടെയും ചുമതല. ഓഹോ, നഴ്സറി ടീച്ചർക്ക് കവലപ്രസംഗം നടത്താനും അറിയാല്ലേ? എന്നാ കേട്ടോ, ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒത്തുചേരലല്ല, ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെയുള്ള യോഗം ചേരലാണ്. ആരുടെ മയിലമ്മയും ഏതാപക്കറൊന്നും ആവണ്ട. പിരിഞ്ഞു പോണം, പിരിഞ്ഞു പോണം. പോടാ പോടാ പോണം. സീപ്പോ എടാ, എന്നതാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നേ? മെഡിക്കൽ ക്യാമ്പോ മണ്ണാങ്കട്ടയോ എന്നതാ? എന്റെ പൊന്നു വക്കീലെ, ഈ അരവിന്ദൻ മന്ത്രിക്ക് എന്നാത്തിന്റെ കേടാ? മിനിസ്റ്ററോട് ഞാൻ സംസാരിച്ചതാ. ആ മേയറുടെ മകൾ ചെന്ന് ആവശ്യപ്പെട്ടപ്പോ ഒഴിവാക്കാൻ പറ്റില്ലാന്ന്. ഡൽഹി പത്രത്തിന്റെ തലവനല്ലേ അവളുടെ അപ്പൻ. ആരോഗ്യമന്ത്രി സഹകരിക്കുന്നില്ല എന്ന് പത്രത്തിൽ അടിച്ചു വരുമെന്ന് പേടി. പക്ഷെ അതല്ല പ്രശ്നം. ആ ഡോക്ടർ രവീന്ദ്രനെ ആ ക്യാമ്പിന് അയക്കാൻ പോകുന്നത്. എന്റെ കർത്താവേ, അയാള് സെബസ്റ്റ്യാനോസ് പുണ്യാളന്റെ അവതാരമാ. എനിക്ക് കഴിയത്തില്ല വക്കീലേ. അവിടെ ഉള്ളവന്മാർക്ക് ചൊറിയും ചെരുങ്ങുവന്ന് റിപ്പോർട്ട് എഴുതി പോയാലേ നമ്മുടെ പണി പാളും. എടാ സീപ്പോ, ആ പരശുവമ്മല്ലേ എവിടെയാടാ പോയി? വല്ലയിടത്തും പോയി കൊടാങ്കി അടിച്ച് കിടക്കുകയായിരിക്കും. ഒന്ന് വിളിച്ചു കൊടുത്താ. മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ. ഹലോ. ഹലോ, പരശു അല്ലേ? ആരാ ഇത്? ഒന്ന് ഹോൾഡ് ചെയ്യൂ. എടാ പരശു, ഇത് അച്ചായനാടാ, ലോനപ്പനച്ചായൻ. മുതലാളിയായിരുന്നു. പിന്നെ എടാ, ശിവരാമപുരത്തൊരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങാൻ പോകുന്ന കാര്യം മക്കൾ അറിഞ്ഞായിരുന്നോ? അത് ഞാൻ അറിഞ്ഞു മുതലാളി. ഡോക്ടർ രവീന്ദ്രനെ ഞാൻ കയ്യിലെടുത്തോളാം. അതിനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. അയ്യോ, ധൈര്യമായിട്ടിരിക്കേ. എന്റെ പരശു, എന്ത് വകുപ്പായാലും കൊള്ളാം, എങ്ങനെയെങ്കിലും നീ അയാളെ വരുതിക്കെടുക്കണം. വിഷയം കോടതിയിലോ മറ്റോ എത്തിയാലുണ്ടല്ലോ, ഇമാതിരി റിപ്പോർട്ടുകളാ നമുക്ക് പാരയായിട്ട് വരുന്നത്. അല്ലേ വക്കീലേ? അല്ലേടാ പരശു? കേട്ടല്ലോ. അപ്പൊ മക്കള് വേണ്ട പോലൊക്കെ ചെയ്യേ. അച്ചായൻ നിർത്തിയേക്കട്ടെ. ശരിയടാ. നിർത്ത്. ഓ, ഡോക്ടർ രവീന്ദ്രനെ. മുതലാളി ടെൻഷൻ അടിക്കണ്ട. പരശു ഏറ്റതല്ലേ, സംഗതി റെഡിയാവും. എടാ എന്റെ ടെൻഷൻ അതൊന്നുമല്ല. എടാ എന്താ എന്റെ പ്ലാന്റിന്റെ കാര്യം? ആ മേയർ വെണ്ണുമ്പോൾ ആ കസേര ഇരിക്കുന്നിടത്തോളം കാലം എന്റെ പൊന്നു കർത്താവാണ് ഇത് നടക്കാൻ പോകുന്നില്ല. നേരാം വണ്ണം പറഞ്ഞു നോക്കിയിട്ടും മേയർ പച്ചക്കൊടി കാട്ടുന്നില്ലെങ്കിൽ അങ്ങ് തള്ളിയിടും കസേരയെന്ന്. അതാ പാർട്ടിയുടെ തീരുമാനം. അവരുടെ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ടി ലീഡറുടെ തീരുമാനമാ. മുതലാളി കണ്ടോ? എന്നിട്ട് സുഗന്ധവല്ലി ചാർജ് എടുക്കും മേയറായിട്ട്. നോക്കിക്കോ, സംഗതി നമ്മുടെ കൈപ്പിടിയിൽ വരും. നമ്മുടെ കൈപ്പിടിയിൽ വരും. കൈപ്പിടിയില് എന്നാടാ നമ്മുടെ കൈപ്പിടിയിൽ എത്തുന്നത്? എന്റെ മൂക്കി പഞ്ഞി വെക്കുമ്പോഴോ? വക്കീലേ, ആ ഹോങ്കോങ് കമ്പനിക്കാർ റെഡിയായിട്ട് നിൽക്കുക എഗ്രിമെന്റ് വെക്കാൻ. ചുരുങ്ങിയത് ഒരു 200 ഏക്കറെങ്കിലും വേണ്ടിവരും. ശിവരാമപുരം മലിനമായാൽ അവിടുത്തെ മണ്ണിന്റെ വിലയിടിയും. ചുളുവിൽ ആ മണ്ണ് നമ്മുടേതാകും. നാട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ മാലിന്യം അവിടെ കുന്നുകൂടണം. ഈ വെടക്കാക്കി തനിക്കാക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ലോറൻസ് വെടക്കാക്കും, ഭൂമി എനിക്കാകും.
എന്റെ ഈശ്വരാ.